ഞാൻ ഉപയോഗിക്കുന്ന പേയ്മെന്റ് ആപ്പുകൾ ഇതാണ് എൻ്റെ പേയ്മെന്റ് ആപ്പുകൾ. ഫോൺ പേ, ഗൂഗിൾ പേ എന്നിവ ഉപയോഗിക്കുന്നത് ജസ്റ്റ് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ UPI ഫണ്ട് ട്രാൻസ്ഫറിനും ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ടാറ്റാന്യൂ ഉപയോഗിക്കുന്നത് എനിക്ക് ടാറ്റാന്യൂ ഇൻഫിനിറ്റി വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. സോ അത് മാനേജ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്. ആ ഒരു കാർഡിൽ ടാറ്റാന്യൂ ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ 5% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ടാറ്റാന്യൂ ആപ്പ് വഴിയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ന്യൂ കോയിൻ മാനേജ് ചെയ്യുന്നതും ടാറ്റാന്യൂ ആപ്പ് വഴി തന്നെയാണ്. സോ ആ ന്യൂ കോയിൻ സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ടാറ്റ പാർട്ണർ ബ്രാൻഡ്സിൽ നിന്നും പർച്ചേസും ചെയ്യാറുണ്ട്. പിന്നെ ക്രെഡിറ്റ് അതുപോലെ തന്നെ ചെക്ക് ആപ്പ് രണ്ടും ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ ചെയ്യാനായിട്ടാണ്. പിന്നെ Paytm അങ്ങനെ ഉപയോഗിക്കാറില്ല. ജസ്റ്റ് എന്തെങ്കിലും റെയിൽവേ ടിക്കറ്റ്, ബസ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് Paytm ഉപയോഗിക്കുന്നത്. പിന്നെ കിവി ഉപയോഗിക്കുന്നത് UPI പേയ്മെന്റ് ചെയ്യാനായിട്ടാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേസ് ആപ്പ് ആണ്. ഇത് ഞാൻ ഓൾ ഇൻ വൺ ആപ്പായിട്ട് ഉപയോഗിക്കുന്നു. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഓഫേഴ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ UPI ഫണ്ട് ട്രാൻസ്ഫറിനും റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ ഒരു പേസ് ആപ്പ് എന്ന ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ്.